ഗുഡ് ആഫ്റ്റർനൂൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 8ാമത്തെ പാഠമായിരുന്നു പഠിച്ചത് ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കം അല്ലെ. പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ, നല്ല രീതിയിൽ അത് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ എന്താണ്? ചന്ദന കല്ലിനരികെ ചെന്നു ചന്ദന മുരസി കുറി വരച്ചു, കണ്ണാടി നോക്കി തിലകം തൊട്ടു, പീലിത്തിരുമുണ്ടി കെട്ടിവച്ചു, അഞ്ജനം കൊണ്ടവൾ കണ്ണെഴുതി, കുങ്കുമം കൊണ്ടവൾ പൊട്ടുകുത്തി, കസ്തൂരി കളഭങ്ങൾ പൂശുന്നുണ്ട്, മെയ്യാഭരണപ്പെട്ടി തുറന്നു വച്ചു, 7 കടലോടി വന്ന പട്ട്, പച്ചോലപ്പട്ട് ചുളിയും തീർത്തു, പൂക്കുലഞ്ഞൊറി വച്ചുടുക്കുന്നുണ്ട്, പൊന്തോടയിട്ട് ചമയുന്നുണ്ടേ, കൊട്ടമ്പടി വച്ച പൊന്നരഞ്ഞാൻ മീതെ അഴകിന്നു കൂട്ടുന്നുണ്ട്, 7 ചുറ്റുള്ളൊരു പൊന്മാലയും മുത്തു പതിച്ചുള്ള മാലയല്ലോ, കഴുത്തിലും തന്നെയും ചേർത്തണിഞ്ഞു, രാമായണം കൊത്തിവച്ച വള. രീതി പോയി. എല്ലാം എടുത്തങ്ങണിയുന്നുണ്ട്, പൊന്മുടി തന്നെയും ചൂടുന്നുണ്ട്, കൈവിരൽ കാറിനും പൊന്മോതിരം ചേർച്ചയോടങ്ങ് അണിയുന്നുണ്ട് അല്ലെ. വടക്കമ്പാട്ടിലെ ധീരനായികയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഉണ്ണിയാർച്ചനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഉണ്ണിയാർച്ചയുടെ ഒരു ചെറിയൊരു ചുരുക്കത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതിൽ പറയുന്നത് ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കത്തെ കുറിച്ചാണ് അല്ലെ. നമ്മൾ അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞാണ്. എന്താണ്? പീലിത്തിരുമുടി മയിൽപ്പീലി പോലെ മിനുസമാർന്നവും മനോഹരവുമായ മുടിയാണ് പീലിത്തിരുമുടി എന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? തിലകം എന്ന് പറഞ്ഞ പൊട്ട്, അഞ്ജനം കണ്ണിലെഴുതുന്ന മഷി അല്ലെ, കൺമഷിക്കാണ് അഞ്ജനം എന്ന് പറയുന്നത്. മെയ്യാഭരണം ശരീരത്തിൽ, മെയ്യ് പറഞ്ഞാല് ശരീരം, ആഭരണം മെയ്യ് ശരീരത്തിൽ അണിയുന്ന ആഭരണം. തോട കാതിലണിയുന്ന ആഭരണത്തിനാണ് തോട എന്ന് പറയുക, അതായത് കമ്മല് അല്ലെ. പൊന്മുടി പൊന്നിൻ കിരീടം. നെക്സ്റ്റ്, അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ പാഠം? ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. എങ്ങനെയാണ് ഉണ്ണിയാർച്ചയുടെ അണിഞ്ഞൊരുക്കെന്നാണ് അതിൽ പറഞ്ഞത്. ഉണ്ണിയാർച്ച ചെയ്തൊക്കെ ചന്ദന കല്ലിന്റെ അരികെ ചെന്നു അല്ലെ. അരികെ ചെന്നിട്ട് എന്ത് ചെയ്തു? ചന്ദനം ഉരസി, ചന്ദനം ഉരച്ചിട്ടാണ് അല്ലെ, കല്ലിന് നല്ലവണ്ണം തയ്ച്ചിട്ടാണ് തൊടുക അത്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞ കണ്ണാടി നോക്കി. കണ്ണാടി നോക്കിയിട്ട്, കണ്ണാടി പറഞ്ഞാൽ അറിയാലോ, മുഖം കാണുന്ന സാധനം, മുഖം നോക്കുന്ന സാധനം. കണ്ണാടി നോക്കി തിലകം, തിലകം എന്ന് പറഞ്ഞാൽ പൊട്ട്, പൊട്ട് തൊട്ടു. നെക്സ്റ്റ് പീലിത്തിരുമുടി കെട്ടിവെച്ചു. പീലിത്തിരുമുടി പറഞ്ഞാൽ മുടിക്ക് പറഞ്ഞതാണ്. എങ്ങനെയുള്ള മുടി എന്നാ പറഞ്ഞത്? മയിൽപീലി പോലെ മിനുസമാർന്നവും മനോഹരമായ മുടി എന്ത് ചെയ്തു? കെട്ടിവെച്ചു. അഞ്ജനം കൺമഷി കൊണ്ടവൾ എന്ത് ചെയ്തു? കണ്ണെഴുതി. കുങ്കുമം കൊണ്ടവൾ പൊട്ടുകുത്തി. കുങ്കുമം എന്ന് പറഞ്ഞാൽ അറിയാലോ, തൊടുന്നത്, കൊണ്ടവൾ പൊട്ടുകുത്തി. കസ്തൂരി കളഭങ്ങൾ, കളഭങ്ങൾ എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട ഇതാണെന്ന് പറഞ്ഞു. കളഭത്തിന് അകില്, ചന്ദനം, മാഞ്ചി, കുങ്കുമം, പിന്നെന്താ കൊട്ടം, ഇരുവേലി, ഗുൽഗുലു, രാമച്ചം എന്നീ സുഗന്ധദ്രവ്യങ്ങള് ചേർത്തുണ്ടാക്കുന്ന ഒരു കറിക്കൂട്ടാണ് എന്ത് കളഭം. കളഭം എന്ന് പറഞ്ഞാല് നമുക്കറിയാം, എല്ലാവർക്കും അറിയോ? നിനക്കറിയില്ല? കളഭം എന്ന് പറഞ്ഞാൽ അറിയാലോ, അറിയോ? ചിലപ്പോ ഹിന്ദുക്കൾക്ക് അറിയായിരിക്കാം കളഭം. ഓക്കെ, അപ്പോ അത് തൊട്ടു എന്നാ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞേ? മെയ്യാഭരണപ്പെട്ടി തുറന്നു വെച്ചു. അങ്ങനെ ആഭരണപ്പെട്ടി തുറന്നിട്ട് എന്ത് ചെയ്തു? അതും ധരിച്ചു. നെക്സ്റ്റ് 7 കടലോടി വന്ന പെട്ട്. എങ്ങനെയുള്ള പെട്ട 7 കടലോടി വന്ന് പറഞ്ഞേ? 7 കടലുകൾക്ക് അപ്പുറത്ത് നിന്നും കൊണ്ടുവന്ന അപൂർവവും അമൂല്യവുമായ പട്ടുവസ്ത്രത്തിനാണ് 7 കടലോടി വന്ന പട്ട്. അങ്ങനെയുള്ള അമൂല്യമായ, വിലമതിക്കാൻ പറ്റാത്ത വസ്ത്രമാണ് ആര് ധരിച്ചത്? ഉണ്ണിയാർച്ച. നെക്സ്റ്റ് പച്ചോലപ്പട്ട് ചുളിയും തീർത്ത് പൂക്കുല ഞൊറിവെച്ചുടുക്കുന്നുണ്ട്.
ഇത് വസ്ത്രം എങ്ങനെയൊക്കെ അണിഞ്ഞത് എന്ന് പറഞ്ഞു. പൊൻതോട കമ്മല് ഇട്ടു, പൊന്നിന്റെ തോട ചമഞ്ഞു. കൊട്ടമ്പടി വെച്ച പൊന്നരഞ്ഞാൻ, കൊട്ടമ്പടി എന്നുള്ളതിനും അർത്ഥം പറഞ്ഞിട്ടുണ്ട് ഇവിടെ. പ്രത്യേക രീതിയിൽ പണിതുണ്ടാക്കുന്ന സ്വർണ്ണ അരഞ്ഞാണാണ് എന്ന് പറഞ്ഞത്. മീതെ അണകിന് കൂട്ടുന്നുണ്ട്, 7 ചുറ്റുള്ള ഒരു പൊന്മാലയും മുത്തുപതിച്ചുള്ള മാലയല്ലോ കഴുത്തിലും തന്നെയും ചേർത്തണിഞ്ഞു. രാമായണം കൊത്തിവെച്ച വള ധരിച്ചതിനെ പറഞ്ഞ രാമായണ കഥാസംബന്ധമായ ചിത്രങ്ങൾ കൊത്തിവെച്ച വളകളാണ് ധരിച്ചിരുന്നത്. എല്ലാം എടുത്തണിയുന്നുണ്ട്, പൊന്മുടി തന്നെയും ചൂടുന്നുണ്ട്. കൈവിരൽ കഞ്ചിനും എന്ന് കൂട്ടാമോ, കഞ്ചിനും പൊന്മോതിരം ഇട്ടു. പിന്നെന്താ ഇത്? അങ്ങനെയൊക്കെ ഉണ്ണിയാർച്ച അണിഞ്ഞൊരുങ്ങി. അപ്പൊ അതിന്റെ അർത്ഥം തിലകം പൊട്ട് അല്ലെ, തിലകം എന്ന് പറഞ്ഞാൽ പൊട്ട്. നെക്സ്റ്റ് അഞ്ജനം. ശ്രദ്ധിക്കണം കേട്ടോ, പേജ് നമ്പർ എത്രയാന്ന് കാണുന്നില്ലല്ലോ നിങ്ങൾക്ക്. അഞ്ജനം കണ്ണിൽ എഴുതുന്ന മഷി. അർത്ഥാണ് മിസ് പറയുന്നത്, പദങ്ങളുടെ അർത്ഥം പഠിക്കാന്നുള്ളത്. മെയ്യാഭരണം ശരീരത്തിൽ അണിയുന്ന ആഭരണം. തോട കാതിലണിയുന്ന ആഭരണം. പൊന്മുടി മുടി എന്ന് പറഞ്ഞ കിരീടം, പൊന്മുടി പൊന്നിന്റെ കിരീടം. നെക്സ്റ്റ് പര്യായം കണ്ണാടി, ദർപ്പണം, മുകുരം, മങ്കുരം അല്ലെ. അതിൽ തന്നെ ഉണ്ട്, എഴുതിയെടുക്കണം. ഇന്ന് തന്നെ നിങ്ങൾ ഇതിന്റെ അർത്ഥം നമുക്ക് വേണമെങ്കിൽ 8ാമത്തെ പാഠം കൂടി എക്സാമിന് ഉൾക്കൊള്ളിക്കാലോ. ഇന്ന് ക്വസ്റ്റ്യൻസ്. നാളെ ഒരു ദിവസം കൂടി നമുക്ക് ക്ലാസ് ഇല്ലേ? ഫ്രൈഡേ ഉണ്ടല്ലോ. നാളെ അല്ല, ഫ്രൈഡേയിൽ നിങ്ങൾക്ക് നമുക്കൊരു ക്ലാസ് ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇത് കഴിഞ്ഞാല് ഈ ഒരു പാഠം കൂടി നമുക്കതില് ആഡ് ചെയ്യാം അല്ലെ എക്സാമിന്. അപ്പൊ നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യണം? അർത്ഥം, പദങ്ങൾ അർത്ഥം എഴുതുക, അർത്ഥം എഴുതുക എന്ന് എഴുതി പാഠം. അർജുൻ എന്താ പരിപാടി? അർജുൻ മൊബൈലും പൊക്കി പിടിച്ച് എന്താ പരിപാടി ഇവിടെ? കാണുന്നുണ്ടോ മക്കളെ നിങ്ങള്? പര്യായം എഴുതുക. കണ്ണാടി, ദർപ്പണം, മുകുരം, മങ്കുരം. പിന്നെയോ മെയ്യ് ശരീരം അല്ലെ, മേനി ശരീരം, ഗാത്രം. നെക്സ്റ്റ് തിലകം തൊടുകുറി, പൊട്ട്, ചിത്രകം. തിലകം എന്നുള്ളതിന്റെ. കടൽ, ആഴി, സമുദ്രം, സാഗരം. നാനാർത്ഥം പഠിക്കാം. മുടി അല്ലെ, മുടി എന്ന് പറഞ്ഞാൽ കൊടുമുടി എന്നുള്ള അർത്ഥമുണ്ട്. പിന്നെന്തുള്ളത്? തലമുടിക്കും പറയും മുടി. നെക്സ്റ്റ് കിരീടം അല്ലെ, പൊന്മുടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പൊന്മുടി പൊന്നിൻ കിരീടം അല്ലെ. അപ്പൊ മുടി എന്ന് പറഞ്ഞാൽ നാനാർത്ഥം. ഏതൊക്കെ അർത്ഥത്തിലാ? 1 തലമുടി, 2 കൊടുമുടി, 3 കിരീടം അല്ലെ. പൊന്മുടി കിരീടം എന്നാണ് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് നാനാർത്ഥം എഴുതണം. അത് എഴുതി കഴിഞ്ഞിട്ട് മാതൃക നോക്കി പൂരിപ്പിക്കുക. എല്ലാരും ഇപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്തോ. ചന്ദനക്കല്ല്, അതിലുണ്ട് ചന്ദന പ്ലസ് കല്ല്. നെക്സ്റ്റ് പീലി തിരുമുടിയാണ് അല്ലെ. എന്താ വരുക? പീലി തിരുമുടി. പീലി തിരുമുടി എങ്ങനെയാണ് പിരിച്ചെഴുതുക നമ്മള്? പീലി പ്ലസ് തിരുമുടി അല്ലെ. ഇത്താ വേണ്ട, ഇത്താ വേണ്ട. പീലി പ്ലസ് തിരുമുടി, പീലി തിരുമുടി എഴുതിക്കോ. ഇപ്പം തന്നെ എഴുതി കംപ്ലീറ്റ് ചെയ്തോ. അത് പീലി പ്ലസ് തിരുമുടി. പീലി പ്ലസ് എന്തേ അവനെ എല്ലാരും എന്തേ മ്യൂട്ട് ചെയ്തേ? നെക്സ്റ്റ് മെയ്യാഭരണപ്പെട്ടി. ഓക്കെ, മെയ്യാഭരണപ്പെട്ടി എങ്ങനെയാണ് തിരിച്ചെഴുതുക? ഓക്കെ, മെയ്യ് പ്ലസ് മെയ്യ് പറഞ്ഞ ശരീരം അല്ലെ. മെയ്യാഭരണപ്പെട്ടി എന്ന് പറയുമ്പോ മെയ്യ് എന്ന് എഴുതിയിട്ട് മെയ്യ് എഴുതണം, ചന്ദ്രക്കല ഇടണം. മെയ്യ് പ്ലസ് ഓക്കെ സോറി പച്ചോലപ്പട്ട്. ഓക്കെ, പച്ചോലപ്പട്ട് എങ്ങനെയാ? പച്ചോല പ്ലസ് ഇരട്ടിക്കരുത്, ഇപ്പ വേണ്ട. അവിടെ ആ ഇപ്പ ഇരട്ടിച്ചത് നിങ്ങൾ എന്ത് ചെയ്യണം? വെറും പായ എഴുതണം, ഇപ്പ എഴുതരുത്. കൂട്ടക്ഷരം എഴുതല്ല ഇവിടെ.
അപ്പൊ പച്ചോല പ്ലസ് പട്ട് അല്ലേ? ഇപ്പ വേണ്ട പട്ട്. നെക്സ്റ്റ് മെയ്യാഭരണ പെട്ടി. നെക്സ്റ്റ് അപ്പൊ അതിയാ പച്ചോല പ്ലസ് പട്ട് എഴുതിയോ? നെക്സ്റ്റ് മെയ്യ് പ്ലസ് ആഭരണ പെട്ടി. അടുത്ത എന്താ? കണ്ണെഴുതി. എങ്ങനെയാ വരുവാ? കണ്ണ് പ്ലസ് എഴുതി. എഴുതി. കണ്ണ് പ്ലസ് എഴുതി. എഴുതി. അത് കഴിഞ്ഞ് കൊണ്ടവൾ. കൊണ്ടവൾ എങ്ങനെ എഴുതുവാ? കൊണ്ട് പ്ലസ് അവൾ. കൊണ്ട് അവൾ. ഓക്കെ. കൊണ്ട് പ്ലസ് അവൾ. കൊണ്ടവൾ. അതിന് താഴെയുള്ളത് ചേർത്തണിഞ്ഞു. അണിഞ്ഞു. ചേർത്ത് പ്ലസ് അണിഞ്ഞു. ചേർത്ത് പ്ലസ് അണിഞ്ഞു. ആരോമലേ, എന്താ അവിടെ പരിപാടി? ആരാ അവിടെ ഉള്ളത്? തൊട്ട് നിന്റെ ലെഫ്റ്റ് ഭാഗത്ത് ആരാ ഉള്ളത്? അങ്ങോട്ട് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരും ഉണ്ട്? ഓക്കെ. ചേർത്ത് പ്ലസ് അണിഞ്ഞു. ചേർത്തണിഞ്ഞു. എഴുതുന്നുണ്ടോ? അത് കഴിഞ്ഞ് ചേർച്ചയോടങ്ങ് അല്ലേ? എന്താണ് പറയുക? ചേർച്ചയോടെ അങ്ങ്. ചേർച്ചയോടെ പ്ലസ് അങ്ങ്. മനസ്സിലായോ? ചേർച്ച പ്ലസ് ഒടങ്ങ് എന്നല്ല, ചേർച്ചയോടെ കേട്ടോ. ചേർച്ചയോടെ പ്ലസ് അങ്ങ്. ചേർച്ചയോടങ്ങ്. ചേർച്ചയോടെ പ്ലസ് അങ്ങ്. നെക്സ്റ്റ് മൂന്നാമത്തത് കസ്തൂരി കളഭങ്ങൾ ഉണ്ട് അല്ലെ? കസ്തൂരിയും കളഭവും അങ്ങനെയാണ് തിരിക്കേണ്ടത്. അപ്പോ കൈകാലുകൾ എന്ത് വരും? അതിന് താഴെയുള്ള കൈകാലുകൾ. അങ്ങനെയല്ലല്ലോ തിരിക്കേണ്ടത്. കയ്യും കാലും. മൂന്നാമത്തത് മോഡൽ നമുക്ക് മാതൃക തന്നിട്ടുണ്ട്. എന്ത്? കസ്തൂരി കളഭങ്ങള്, കസ്തൂരിയും കളഭവും ഉണ്ട്. അപ്പൊ കൈകാലുകൾ, കയ്യും കാലും. കയ്യും കാലും. മാതാപിതാക്കൾ. മാതാവും പിതാവും. മാതാവും പിതാവും. മാതാവും. സുഖവും ദുഃഖവും. എഴുതി കഴിഞ്ഞോ? മാതാവും പിതാവും. അത് കഴിഞ്ഞെന്താ? സുഖദുഃഖങ്ങൾ. സുഖവും ദുഃഖവും. എഴുതി കഴിഞ്ഞോ ആരോമലെ? ഓക്കെ. ഹെവൻ എഴുതി തോന്നുന്നു അല്ലേ? ഹെവൻ എഴുതിയോ? സുഖവും ദുഃഖവും എഴുതി കഴിഞ്ഞു. ഓക്കെ. എഴുതി കഴിഞ്ഞു. സുഖവും ദുഃഖവും. അപ്പൊ ഇപ്പം എഴുതിയത് ഒന്നുകൂടി മിസ് വായിക്കാം. മാതൃക നോക്കി പൂരിപ്പിക്കാം എന്നുള്ളത് മുതല് ഒന്നുകൂടി നോക്കണേ. എഴുതിയത് നോക്കണം. ചന്ദനക്കല്ല്. ചന്ദന പ്ലസ് കല്ല്. പീലി തിരുമുടി. പീലി പ്ലസ് തിരുമുടി. ഇത്ത വേണ്ട, വെറും തായേ വേണ്ട. നെക്സ്റ്റ് പച്ചോലപ്പട്ട് എന്നുള്ളത് പച്ചോല പ്ലസ് പട്ട്. ഇപ്പ വേണ്ട. മെയ്യാഭരണ പെട്ടി. മെയ്യ് പ്ലസ് ആഭരണ പെട്ടി. മെയ്യ് പ്ലസ് ആഭരണ പെട്ടി. നെക്സ്റ്റ് രണ്ടാമത്തത് കണ്ണെഴുതി. കണ്ണ് പ്ലസ് എഴുതി. അതിന്റെ താഴെയുള്ളത് കൊണ്ടവൾ. കൊണ്ട് പ്ലസ് അവൾ. ചേർത്തണിഞ്ഞു. ചേർത്ത് പ്ലസ് അണിഞ്ഞു. ചേർച്ചയോടങ്ങ്.
ചേർച്ചയോടെ പ്ലസ് അങ്ങ് പ്ലസ് അങ്ങ്. അത് കഴിഞ്ഞ് മൂന്നാമത്തത് കസ്തൂരി കളഭങ്ങൾ. കസ്തൂരിയും കളഭവും. കൈകാലുകൾ കയ്യും കാലും. മാതാപിതാക്കൾ മാതാവും പിതാവും. സുഖ ദുഃഖങ്ങൾ സുഖവും ദുഃഖവും. അല്ലേ? ഓക്കെ, എല്ലാവർക്കും കംപ്ലീറ്റ് ആയോ? അവിടെ ഉണ്ട്. ഓക്കെ, വായിക്കാം ഞാൻ. അത് മാറ്റല്ലേ? നാലാമത്തത് വേറെ മോഡൽ അല്ലേ? മീതെ പ്ലസ് അഴകിന് മീതെ അഴകിന്. മാല പ്ലസ് അല്ലോ മാല യല്ലോ മാല യല്ലോ മാല യല്ലോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് വൺ പൊൻതോട പ്ലസ് ഇട്ടു. പൊൻതോട ഇട്ടു. എഴുതാനറിയോ? പൊൻതോട ഇട്ടു. പൊൻതോട ഇട്ടു. ഇട്ടു എന്നല്ലേ, യാ എഴുതണം. യാ എഴുതി വള്ളി ഇടണം. അപ്പൊ അതിന്റെ താഴെ കാണുന്നത് വിശദീകരിക്കേണ്ട വാക്കുകളാണ് മിസ് ഇപ്പം പറഞ്ഞത്. വിപ്പീലി തിരുമുടി, മയിൽപ്പീലി പോലെ മിനുസമാർന്നവും മനോഹരവുമായ മുടി. കളഭം, അകിൽ, ചന്ദനം, മാഞ്ചി, കുങ്കുമം, കൊട്ടം, ഇരുവേലി, ഗുൽഗുലു, രാമച്ചം എന്നീ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തുണ്ടാക്കുന്ന കറിക്കൂട്ട്. 7 കടലോടി വന്ന പട്ട് കസ്തൂരി, പ്രത്യേകതരം മാനിൽ നിന്നെടുക്കുന്ന സുഗന്ധ വസ്തു. കസ്തൂരി മാൻ എന്ന് കേട്ടിട്ടില്ലേ? അതന്നെ കസ്തൂരി. നെക്സ്റ്റ് 7 കടലോടി വന്ന പട്ട്. 7 കടലുകൾക്ക് അപ്പുറത്ത് നിന്നും കൊണ്ടുവന്ന അപൂർവവും അമൂല്യവുമായ പട്ടുവസ്ത്രത്തിനാണ് അല്ലെ പറയുക. നെക്സ്റ്റ് കൊട്ടമ്പടി വച്ച പൊന്നരഞ്ഞാൻ, പ്രത്യേക രീതിയിൽ പണിതുണ്ടാക്കുന്ന സ്വർണ്ണ അരഞ്ഞാണം. രാമായണം കൊത്തിവെച്ച വള, രാമായണ കഥാസംബന്ധമായ ചിത്രങ്ങൾ കൊത്തിവെച്ച കഥകൾക്കാണ് പറയുന്നത്. വളക്കാണ് രാമായണ കൊത്തിവെച്ച വള എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താമുണ്ട്. ഉണ്ണിയാർച്ച അണിഞ്ഞൊരുങ്ങുന്നത് എങ്ങനെ? അറിയാലോ? എങ്ങനെയാ? ആദ്യം ചന്ദനം വരച്ച് പൊറി വെച്ചു. കണ്ണാടി നോക്കി തിലകം തൊട്ടു. അഞ്ജനം കൊണ്ട് കണ്ണെഴുതി. കുങ്കുമം കൊണ്ട് പൊട്ടുകുത്തി. കസ്തൂരി കളഭം പൂശി. മെയ്യാഭരണം ഇട്ടു. 7 കടലോടി വന്ന പട്ട് ധരിച്ചു. ഇത് മൊത്തം പറഞ്ഞല്ലേ ഉണ്ണിയാർച്ചയുടെ അഞ്ഞൊരുക്കം പറയുമ്പോ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് എന്താ? ഉണ്ണിയാർച്ചയുടെ ആഭരണപ്പെട്ടിയിൽ ഉണ്ടായിരുന്നത് എന്തെല്ലാം അല്ലേ? മെയ്യാഭരണങ്ങള്. മെയ്യാഭരണങ്ങള്. ഓക്കെ. നെക്സ്റ്റ് മെയ്യാഭരണപ്പെട്ടി തുറക്കുന്നതിന് മുമ്പ് ഉണ്ണിയാർച്ച എന്തെല്ലാമാണ് ചെയ്തത്? അതാണ് ആദ്യം ജസ്റ്റിസ് പറഞ്ഞത് അല്ലെ? ചന്ദന കല്ലിന്റെ അരികെ ചെന്നു, ചന്ദനം ഉരസി കുറി വരച്ചു. അപ്പൊ ഇതിൽ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ആൻസറാണ് വരുന്നത് അല്ലെ? ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ മിസ് പറഞ്ഞത് വരെയുള്ളത് കംപ്ലീറ്റ് ചെയ്യണം. ഏത്? വിശദീകരിക്കേണ്ട വാക്കുകൾ എന്നുള്ളത് വരെയുള്ളത്. ആരാമല എവിടെ ശ്രദ്ധിച്ചെങ്കിൽ ഞാൻ എനിക്ക് അടി തരും. നീ എവിടെയോ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ അതുവരെയുള്ളത് നോട്ടിലേക്ക് വൃത്തിയിൽ എഴുതണം. നോട്ടിലേക്ക് പാഠം 8 ഉണ്ണിയാർച്ച അണിഞ്ഞൊരുക്കുന്ന എഴുതി അർത്ഥവും പര്യായപദവും നാനാർത്ഥവും മാതൃക നോക്കി പൂരിപ്പിക്കുക എന്നുള്ളത് 1, 2, 3, 4 സെക്ഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതുവരെയുള്ളതും എന്തായാലും ഈ എക്സാമിന് ഞാൻ ഉൾക്കൊള്ളിക്കും. അതായത് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഉൾക്കൊള്ളിച്ചിട്ടില്ലെങ്കിലും അവിടെ വരെയുള്ളത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഇന്ന് ഇതാരും വായിച്ചിട്ടില്ല. നമ്മളെ ഇന്നത്തെ പാഠം വായിക്കാനുണ്ട്. ആരാ ഇന്ന് ഫസ്റ്റ് ഒന്ന് വായിക്കുന്നത്? ഓക്കെ, ജസ്റ്റസ് എല്ലാരെ കൊണ്ടും വായിപ്പിക്കാനുണ്ട്. തുടക്കം ഒന്ന് പറഞ്ഞുതരോ? ഏത് തുടക്കം ഒന്ന് പറഞ്ഞുതരോ? ഏത് മനസ്സിലായില്ല മോനെ? എന്ത് ലൈനൊന്ന് പാടിത്തരുമോ? ട്യൂൺ അല്ലേ?
ഓക്കെ, എനക്ക് വലിയ പിടുത്തൊന്നുമില്ല. ചന്ദനക്കല്ലിന്റെ അരികെ ചെന്നു, അങ്ങനെ വരും. ചന്ദന മുരസി കുറി വരച്ചു, കണ്ണാടി നോക്കി തിലകം തൊട്ടു, പിലിത്തിരു മൂടി കെട്ടി വച്ചു, അഞ്ജനം കൊണ്ടവൾ കണ്ണെഴുതി, കുങ്കുമം കൊണ്ടവൾ പൊട്ടുകുത്തി, കസ്തൂരി കളഭങ്ങൾ പൂശുന്നുണ്ട്, മെയ്യാഭരണപ്പെട്ടി തുറന്നു വെച്ചു, ഏഴുകടലോടി വന്ന പാട്ട്, പച്ചോല പട്ടു ചൂടിയും തീർത്തു, പൂക്കുല ഞൊറി പൊന്തോട ഇട്ടു ചമയുന്നുണ്ട്, കൊട്ടമ്പടി വെച്ച പൊന്നരഞ്ഞ മീതയഴകിന്നു പൂട്ടുന്നുണ്ട്, ഏഴു ചുറ്റുള്ളൊരു പൊന്മാലയും മുത്തു പതിച്ചുള്ള മാലയല്ലോ, കഴുത്തിലും തന്നെയും ചേർത്തണിഞ്ഞു, രാമായണം കൊത്തി വച്ച വള, എല്ലാം എടുത്തങ്ങണിയുന്നുണ്ട്, പൊന്മുടി തന്നെയും ചൂടുന്നുണ്ട്, കൈവീരൽ കാറിനും പൊന്മോതിരം ചേർച്ചയോടങ്ങ് അണിയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആരാ? നെക്സ്റ്റ് ആരാ പാടുന്നേ? ജീവ പാടുവോ? ജീവ സ്റ്റക്കായ. ഇന്നലെ ജീവയുടെ അച്ഛൻ ഒരു സമയം പോലും സ്റ്റക്കായിട്ട. ഓക്കെ, ഹെവൻ. ഓക്കെ, ഇപ്പൊ ശരി. ടൂണിലെങ്കിലും പ്രശ്നമുണ്ടോ? ടൂണിലൊന്ന് പാടി നോക്കിയപ്പോ ജസ്റ്റിസ് പാടിയില്ലേ? ആ, പക്ഷെ ജീവ പാടാൻ വന്നായിരുന്നു. അഞ്ജന കല്ലിന്റെ അരികെ ചെന്നു, ചന്ദന കല്ലിന്റെ അരികെ ചെന്നു, അഞ്ജന മുരസി ചന്ദന മുരസി, കണ്ണാടി നോക്കി തിലകം തൊട്ടു, പിലിത്തിരു മൂടി കെട്ടി വെച്ചു, അഞ്ജനം കൊണ്ടവൾ കണ്ണെഴുതി, കുങ്കുമം കൊണ്ടവൾ പൊട്ടു തൊട്ടു, കസ്തൂരി കളഭങ്ങൾ പൂശുന്നുണ്ട്, മെയ്യാഭരണ പെട്ടി തുറന്നു വെച്ചു, ഏഴു കടലോളം വന്ന പട്ട്, പഞ്ചോല പട്ടു ചുളിയും തീർത്തു, പൂക്കുല ചോറി വെച്ചെടുക്കുന്നുണ്ട്, ചമയുന്നുണ്ട്, കൊട്ടമ്പടി വച്ച എന്താ വെച്ചത്? കൊട്ടമ്പടി നിന്നയണിയുന്നുണ്ട്, കൂട്ടുന്നുണ്ട്, ഏത് ചുറ്റുള്ളൊരു പൊന്നരിഞ്ഞ മുത്തു പതിച്ചുള്ള മാലയോ കഴുത്തിലാത്ത തന്നെയും ചേർത്തിനഞ്ഞു, രാമായണം കൊത്തി വെച്ച വള, എല്ലാം എടുത്തങ്ങണിയുന്നുണ്ട്, പൊന്മുടി തന്നെയും ഉണ്ട്, കൈവീരൽ കാറിന്നു പൊന്മോതിരം ചേർച്ചയോടങ്ങണിയുന്നുണ്ട്. ഓക്കെ,
നെക്സ്റ്റ് ആരാ പാടുന്നേ? ആരും കൈവക്കുന്നില്ലല്ലോ. ഹലീമ പാടുവോ? ആതിര? ഓക്കെ. നിങ്ങൾക്ക് ധൈര്യക്കുറവ് എന്തിനാ? ചന്ദനക്കല്ലിന്റെ അരികെ ചെന്നു ചന്ദനമുരസിക്കുറി വരച്ചു, കണ്ണാടി നോക്കി തിലകം തൊട്ടു, പിരിത്തിരുമൂടി കെട്ടി വെച്ചു. അഞ്ജനം കൊണ്ടവൾ കണ്ണെഴുതി, കുങ്കുമം കൊണ്ടവൾ പൊട്ടുകുത്തി. കസ്തൂരി കളഭങ്ങൾ പൂശുന്നുണ്ട്, മെയ്യാഭരണ പെട്ടി തുറന്നു വെച്ചു. ഏഴുകടലോടി വന്ന പഴക്ക് പച്ചോല പട്ടും ചുളിയും തീർത്തു. കുലഞ്ഞൊറി വെച്ചുടുക്കുന്നുണ്ട്, പൊൻതോടയിട്ടു ചമന്നുണ്ട്. കൊട്ടമ്പടി വെച്ച പൊന്നരഞ്ഞാൻ മീതെ അഴകിന്നു പൂട്ടുന്നുണ്ട്. ഏഴു ചുറ്റുള്ളൊരു പൊന്മലയും മുത്തു പതിച്ചുള്ള കത്തിലും തന്നെയും ചേർത്തണിഞ്ഞു, രാമായണം കൊത്തിവെച്ചവള. എല്ലാം എടുത്തങ്ങണിയുന്നുണ്ട്, പൊന്മൂടി തന്നെയും ചൂടുന്നുണ്ട്. കൈവിരൽ കാറിനും പൊന്മോതിരം ചേർച്ചയോടങ്ങ് അണിയുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യണം? എല്ലാരും ഇത് വായിച്ചു പഠിച്ചിട്ട് വരണേ. ഓക്കെ. നിങ്ങൾ ഇത് വായിച്ചിട്ട് അതിന്റെ ഓഡിയോ ക്ലിപ്പ് ഇട്ട് എഴുതിനാലും മതി എനിക്ക്. ഓക്കെ. ജീവ ഷക്കായതും കഴിഞ്ഞോ? ജീവിയും ഹലീമയുണ്ട്, അഫ്രാസ് ഉണ്ട്, നിജാദ്